നമസ്കാരം, ഞാൻ ജ്യോത്സ്യൻ ശ്രീനാഥ്, ശ്രീ വടക്കുന്നാഥ് ജ്യോതിഷാലയം തൃശൂർ. ഇന്ന് ഏറ്റവും കൂടുതൽ വ്യക്തികൾ അനുഭവിക്കുന്ന വിഷയമാണ് ചൊവ്വാദോഷം ബാധിക്കുന്നു പറഞ്ഞിട്ട്. ഇത് യഥാർത്ഥത്തിൽ എത്രത്തോളം ഗൗരവമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഗൗരവം എന്നുള്ളത് നമ്മൾ എടുക്കുന്നതാണ് ഗൗരവം. ഈ ജ്യോതിഷത്തിനുള്ള വിഷയത്തിൽ ഈ നവഗ്രഹങ്ങളെ കൊണ്ട് ജ്യോതിഷം ചിന്തിക്കുന്നു. ഇതിൽ ചൊവ്വ എന്നുള്ളൊരു ഗ്രഹത്തെ കൊണ്ട് നമുക്ക് എത്രത്തോളം അത് ഒരു ജാതകത്തില് ഗ്രഹങ്ങളുടെ നിൽപ്പ് എങ്ങനെയുണ്ട് നോക്കി അതുകൊണ്ട് നമ്മൾ ഗണിച്ചെടുക്കുന്നതാണ് ഈ ഫലങ്ങളെല്ലാം. ഓരോ ഗ്രഹങ്ങൾ പരസ്പര ദൃഷ്ടി, പരസ്പരം ഇതിന്റെ സൂര്യനെ കൊണ്ടുണ്ടാകുന്ന മഹൗഢ്യത, ആ ഗ്രഹത്തിന്റെ ഫലം അല്ലെങ്കിൽ ബലല്യായ്മ, ഇതിനെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഓരോ ഗ്രഹങ്ങളുടെയും ബലവും ബലല്യായ്മയും അല്ലെങ്കിൽ അതിനെ കൊണ്ടുള്ള ഫലങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചൊവ്വാന്നുള്ള ഗ്രഹത്തെ കൊണ്ട്, ചൊവ്വ മാത്രമല്ല അനേക ഗ്രഹങ്ങളെ കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. പക്ഷെ ചൊവ്വാദോഷം എന്നുള്ള വിഷയത്തിന് അനാവശ്യമായിട്ടൊരു പ്രചരണം വന്നിട്ടുണ്ട്. ചൊവ്വാദോഷം വന്ന പൊട്ടയാണ്. ഇതൊക്കെ ഒരു ജ്യോതിഷം അല്ലാതെ കൈകാര്യം ചെയ്യുന്നവർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പേരാണ്, അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെല്ലാവരും ഉണ്ടാക്കിയിട്ടുള്ള ഒരു അനാവശ്യ പേടിയും അല്ലെങ്കിൽ അനാവശ്യ പേരുമാണ് ഈ ചൊവ്വാദോഷം എന്നുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ആ ജാതകം നോക്കി ആ ചൊവ്വയുടെ പ്രാധാന്യം മനസ്സിലാക്കി നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇത് എത്രത്തോളം നമ്മളെ ബാധിക്കും, ഇത് എത്ര ഇഷ്യൂ ഉണ്ട്. ഒരു പരിധി നല്ല 100% ഈ ചൊവ്വാദോഷം എന്നുള്ളത് നമ്മളെ അധികം എഫക്റ്റ് ചെയ്യാത്തതാണ്. നമ്മളതിൻ്റെ ആ ദോഷം ശരിക്കും മനസ്സിലാക്കി അതിന് വേണ്ടുന്ന വഴിപാടുകളോ പരിഹാരങ്ങളോ ചെയ്ത് നമുക്ക് ആ ദോഷത്തെ പരിഹരിച്ചു കൊണ്ടുവരാൻ ഈസിയാണ് ശരിക്കും. ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും നമ്മളെ കംപ്ലൈൻറ്റ് പറയും. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ആ ചൊവ്വാദോഷത്തിന് അതിന് ആ കൊടുക്കേണ്ടുന്ന പ്രാധാന്യം കൊടുക്കേണ്ടു. അല്ലാണ്ട് ചൊവ്വാദോഷം കല്യാണം മുടക്കി എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു ന്യൂസ് ചാനലോ അല്ലെങ്കിൽ വിഷയങ്ങളോ ഇതൊരു ചർച്ചാവേദിയാക്കി മാറ്റിയപ്പോണ്ടായിട്ടുള്ള ഇഷ്യൂ ആണ്. അല്ലാതെ ചൊവ്വാദോഷം കൊണ്ട് എല്ലാവരുടെയും വിവാഹം മുടങ്ങി നിൽക്കുന്നത് പറഞ്ഞാൽ അത്ര ശരിയല്ല. ചൊവ്വ എന്നുള്ളൊരു വിഷയമുണ്ട്, അത് ചെറിയൊരു കേടുണ്ടാക്കുന്നു, അത് പരിഹരിച്ചോളൂ എന്ന് മാത്രമേ പറയുള്ളൂ. അത് കേൾക്കുന്ന ആളുകൾ അത് വലിയൊരു വിഷയമാക്കി മാറ്റുന്നു, അതാണ് അതിൻ്റെ കേട്. നമ്മൾ എപ്പോഴും അത് വേണ്ടതുകൊണ്ട് പരിഹരിക്കുകയാണെങ്കിൽ എപ്പോഴും ലൈഫ് ഉണ്ടാവും. അവിടെ സ്വസ്ഥമായിട്ട് ലൈഫും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അത് ശ്രദ്ധിക്കാവുന്നേ ഉള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടത് വണ്ണം ജ്യോതിഷം നോക്കി അതിൻ്റെ ദോഷങ്ങൾ പരിഹരിക്കാം. നമസ്കാരം.